ഹായ് ഫ്രണ്ട്സ്, ചൈനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളിത്തീയലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ഉള്ളിത്തീയൽ. ഇപ്പോൾ ഉള്ളിക്കൊക്കെ വിലക്കുറവാണ്. നമുക്ക് 1 കിലോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിത്തീയൽ ഉള്ളിത്തോരനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഉള്ളി ക്ലീൻ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഉള്ളിയൊക്കെ കുറച്ച് വലിപ്പമുള്ള ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തീയൽ തയ്യാറാക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കുക. നമ്മൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒഴിക്കേണ്ട. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിലൊക്കെ താഴെ ഉലുവ. ഇപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ലേശം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ പച്ചവത്തിലെല്ലാം മാറാൻ വേണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 3 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ചീനിച്ചട്ടിയിലൊക്കെ തേങ്ങ വറുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലേശം എണ്ണയോട് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ലാസ്റ്റാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്താണ്. അപ്പോൾ ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ലേശം ഇത് ചൂടത്തിരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് കളർ മാറും, അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. അതവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുകാണ് ഇനി ഇട്ട് കൊടുക്കാനുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. ഈ കടുക് ഇട്ട് പൊട്ടിയതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ചേർത്ത ഉലുവ വേണമെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ തേങ്ങ വറുക്കുന്നതിൻ്റെ ഇട്ടിട്ടുകൊണ്ട് ഞാൻ കടുക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പം കടുക് പൊട്ടിയതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഈ തീയൽ തയ്യാറാക്കുന്നത്. സവാളയൊന്നും ഉപയോഗിക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. ഇനി ചെറിയ ഉള്ളി മുഴുവനെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ പക്ഷേ വലിപ്പമുള്ള ഉള്ളിയൊക്കെ ഒന്ന് നടുവെ കീറിയിട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ മസാലയൊക്കെ ഉള്ളിയുടെ ഉള്ളിലേക്കൊക്കെ ചെന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നടുവെ പിളർന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയുടെയൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ അതിനു വേണ്ടി ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തേങ്ങ വറുക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്താലും മതി, അരയ്ക്കുന്നതോട് അതങ്ങ് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോഴാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചവത്തിലൊന്ന് മാറിയതിന് ശേഷം ഇപ്പം നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതൊക്കെ അരയ്ക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പം വെള്ളം ചേർക്കുക. ഒത്തിരി വെള്ളമൊന്നും ചേർക്കരുത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത്, എന്നാലേ ആ തേങ്ങ അരഞ്ഞ് കിട്ടത്തുള്ളൂ. വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ എല്ലാവരും പറയും, പക്ഷെ അങ്ങനെയൊന്നും അരഞ്ഞ് കിട്ടുകയൊന്നുമില്ല. വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇത് ഈ ഉള്ളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുത്ത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തീയലിനുള്ള ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
ഈ നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞൊക്കെ വരണം. ഉള്ളിയെല്ലാം വെന്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അടപ്പ് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ്. ഒരു കായപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ നമ്മുടെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും കൊണ്ട് വളരെ കുറച്ചൊരു ചെറിയ കഷ്ണം ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുക്കിയ ശർക്കര ഉള്ളതുകൊണ്ട് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയിൽ ഉള്ളിയെല്ലാം വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലാണ് തീയലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്